ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ RSS BJPക്ക് നൽകിയ മുന്നറിയിപ്പുകളൊന്ന് മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ നിലപാട് RSS കടുപ്പിച്ചിരുന്നു. ഇപ്പോൾ കേന്ദ്രം ഒരു ടൈം ലൈൻ മണിപ്പൂരിനായി നിശ്ചയിച്ചിരിക്കുന്നു. വരുന്ന 6 മാസത്തിനുള്ളിൽ മണിപ്പൂരിൽ പൂർണ്ണ സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു. നിലവിൽ കുക്കി മേത്തി നേതാക്കളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇതുവരെ 226 പേരാണ് ഈ സംഘർഷങ്ങളിൽ കൊല്ലപ്പെട്ടതെന്നും ബിരേൻ സിംഗ് പറയുന്നു. നാഗ MLAയും അതുപോലെ തന്നെ ഹിൽ ഏരിയയുടെ ചെയർമാനുമായ സിംഗ് ലുങ് ഗാങ്മയാണ് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. ഈ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കുടിയേറി വന്നവരാണ്, മ്യാൻമാറിൽ നിന്നടക്കം കുടിയേറി വന്നവരാണ് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ പിന്നിൽ. ഒപ്പം തന്നെ മയക്കുമരുന്ന് ലോബിയും ഈ അക്രമ സംഭവങ്ങൾക്കും കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കുറേയധികം കുടിയേറ്റക്കാരെ പുറത്താക്കി കഴിഞ്ഞിരിക്കുന്നു എന്നും മറ്റുള്ളവരെ കണ്ടെത്തുവാനും ഒപ്പം തന്നെ കണ്ടെത്തിയവരെ പുറത്താക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായും ബിരേൻ സിംഗ് അറിയിച്ചിരിക്കുന്നു. ഏതായാലും RSS മുൻപോട്ട് വെച്ചിരുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്ന് ഈ മണിപ്പൂരിൽ പൂർണ്ണമായി സമാധാനം സ്ഥാപിക്കുക, മറ്റൊന്ന് കർഷക പ്രശ്നങ്ങൾ തീർക്കുക എന്നുള്ളതായിരുന്നു. ആ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നു. മൂന്നാമതായി പറഞ്ഞൊരു കാര്യം തൊഴിലില്ലായ്മ പരിഹരിക്കണം എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേരളമടക്കം പാലക്കാട് അടക്കമുള്ള ഇടങ്ങളിലൊക്കെ 51,000 പേർക്ക് തൊഴിൽ ലഭിക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങളുമായി കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത്. മണിപ്പൂർ വിഷയം 6 മാസത്തിനുള്ളിൽ പൂർണ്ണ സമാധാനത്തിലേക്ക് എത്തും. നിലവിൽ മണിപ്പൂരിൽ സംഘർഷങ്ങൾ ഒന്നും തന്നെയില്ല. ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ഇംഫാലിലടക്കം മേത്തികളുടെ വ്യാപാര സ്ഥാപനങ്ങളടക്കം പഴയ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. കുക്കി മേഖലകളിലും സമാധാനമാണ്. ഏതായാലും 6 മാസത്തിനുള്ളിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടും എന്ന് തന്നെ ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നു കേന്ദ്രമൊപ്പവും മണിപ്പൂർ സർക്കാരും. ന്യൂസ് ഡെസ്ക് മലയാളം.